ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിൻ്റെ അവിടെയാണ്. ഇവിടെ ചെറിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തോ ഇത് എന്താ പ്രശ്നം? ലാലേട്ടനും മമ്മൂക്കിയും അങ്ങനെ വൻ താരങ്ങൾ വന്നിരുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിരുന്ന എല്ലാ സ്ത്രീജനങ്ങളടക്കം എല്ലാവരും ഈ താരങ്ങളെ കാണാനായിട്ട് കാലത്ത് മുതലേ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആദ്യം മമ്മൂക്ക വന്ന് ഗ്ലാസ് തുറന്നില്ലെങ്കിലും ആരാധന കൈകൊണ്ടെങ്കിലും വിഷ് ചെയ്തു. പക്ഷെ ലാലേട്ടന്റെ മുഖം പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. കൈകൊണ്ട് സാധാരണക്കാരായ ഞങ്ങൾ പാവം ജനങ്ങള് സ്ത്രീകള് ഞങ്ങൾക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റുമോ? അതിനുവേണ്ടി ഞങ്ങൾ വന്നു നിന്നിട്ട് ലാലേട്ടനെ അവിടെ വന്നിട്ട് ഒന്ന് കൈ വീശിയാൽ മതിയായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഇമ്മോറലാവല്ലേ? എന്തേ? അതായത് ഈ വികാര പരിതരത്തിലാവരുത്. ഗുരുവായൂർ വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ പ്രേക്ഷകരെ മുഴുവൻ കാണാനുള്ള അവസരം ലാലേട്ടൻ സൃഷ്ടിക്കണം. താടിക്ക് തീ പിടിക്കുമ്പോ വീട് കത്തിക്കാൻ നല്ല രസമാണ് അല്ലേ മാവ? ഈ സ്ത്രീകളുടെ ഈ സങ്കടം, സ്ത്രീകളുടെ ഈ ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. എന്റെ കൈ വന്ന് താങ്ങിപ്പോവും ഞാനാ. അതൊരു സന്തോഷമായ ലാലേട്ടൻ ഗുരുവായൂർ വരണം എന്നാണ് പറയുന്നത്. ഇത്രയും സ്ത്രീകളെ ഗുരുവായൂർ വരണം. ഒരു കമ്പെടുത്തതിന്റെ ആസനത്തിൽ കൂടി കയറ്റ വായ കൂടി കുടലും പണ്ടം പുറത്തു വരും. അയ്യോ, നാട്ടുകാർ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞോട്ടെ, അതിന് നീ പറയണം. മമ്മൂട്ടി പോയ ടൈമിൽ ഒന്ന് ഗ്ലാസ് കൈ കൊണ്ട് കാണിച്ചു. മോഹൻലാലിന് കാണിച്ചെന്താ അങ്ങനെ പിടിച്ച് തിന്നാൻ പോവാന് ഒന്ന് കാണിച്ചു മര്യാദ കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണാൻ വേണ്ടിട്ട് എല്ലാവരും പറഞ്ഞ് മമ്മൂട്ടിക്ക് ചാടാന്ന്, ഇപ്പൊ മോഹൻലാലിനെ ചാടാം. നമ്മൾ തമ്മിൽ ഇങ്ങനെ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ഞങ്ങൾ അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലാലേട്ടൻ. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. മമ്മൂക്ക് പിന്നെയും ക്ലാസ്സിൽ ഞങ്ങളെ നോക്കി ലാലേട്ടൻ അതുപോലും എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം അത് നീ എങ്ങനെയെങ്കിലും ശരിയാക്കി. ഞങ്ങളെല്ലാവരും അത്രയും സങ്കടകരമായിട്ടാ ലാലേട്ടൻ ചെയ്തത്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു.